ചുറ്റും പലതിലൂടലഞ്ഞും തേടിയും തിരിച്ചാ മുളങ്കാടെത്തുമോ അനന്തം നെബുലകൾ കടന്നേ ഒരു ദിനം തിരിച്ചാ മുളങ്കാടെത്തുമോ. കുറേ കാലത്തിന് ശേഷം ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ കൊടൈക്കനാലിലേക്ക് പോവാണ്. അതാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. എന്തത് ഇതൊക്കെ വ്ളോഗിൽ വരും കേട്ടോ, ഇതൊക്കെ വ്ളോഗിൽ വരും. ശാലുവോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടന്നോട്ടാ. ഓക്കെ, ഇപ്പം ഞങ്ങൾ പഴനിയിലാണ്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. എന്താ ശാലു കർപ്പൂരം മേടിക്കണ്ടോ? ഹൈലൈറ്റ് അല്ലേ, ലേറ്റ് ആക്കി പഴനിയിലല്ലേ മാഷ്മാലോ. ചായ കണ്ടു ഉദ്ദേശിച്ചു പഴനി ചായ. രാവിലെ 3 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി പഴനിയിൽ കുളിച്ച് ഫ്രഷായി രാവിലെ തന്നെ ഞങ്ങൾ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇനി ഇഡ്ഡലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് എല്ലാവരും. ഇഡ്ഡലി വേണം, ഇഡ്ഡലി വേണം. ഇഡ്ഡലി എടുക്കുക ഒരു 5 പീസ് 2 സെറ്റ് കൊടുക്കണം. തമ്പി കീഴിലിറങ്ങ്. ശാലുവാണ് ഞങ്ങളുടെ മെയിൻ പൈലറ്റ്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. ചെറിയ പെരുന്നാളിൻ്റെ സമയത്താണ് ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് കൊടൈക്കനാലിൽ നല്ല തിരക്കാണ്. ഒരുപാട് സമയം ബ്ലോക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു റോഡ് തന്നെ ക്രോസ് ചെയ്തത്. കറക്റ്റ് പേരില്ല ശാലു. തണുപ്പും പച്ചപ്പൊക്കെ ആയിട്ട് കൊടൈക്കനാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മളെവിടേക്ക് പോണ്? അറിയൂ ഡോൾഫിനോസ് കാണാൻ കുറച്ച് താഴേക്ക് പോകണം. നല്ല വേരുകളൊക്കെ ഉള്ള വഴികളിലൂടെ താഴേക്ക് ഒരു 30 മിനിറ്റോളം നടന്നാൽ നമ്മൾ ഡോൾഫിനോസിലെത്തും. പോകുന്ന വഴി തന്നെ വലിയ ഒരു യൂക്കാലിപ്റ്റസിൻ്റെ മരമുണ്ട് കേട്ടോ, ഹ്യൂജ് ട്രീ. നടക്കുന്ന വഴിയിൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കുറച്ച് കടകളൊക്കെ ആയിട്ട്. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. കുറേ നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഒരു റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഡോൾഫിൻ ഹൗസിലേക്ക് നടക്കാം.
ഈ ഒരു മരങ്ങളുള്ള സ്ഥലമാണ് ഡോൾഫിൻ ഹൗസിലേക്കുള്ളൊരു വെൽക്കമിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല രസമാണ്. ഇവിടെ മിക്ക സമയത്തും കോടമഞ്ഞ് ഉണ്ടാവും. ഞങ്ങൾ വരുന്ന സമയത്തും ചെറുതായിട്ട് കോടമഞ്ഞ് ഇവിടെ ഉണ്ട്, പക്ഷേ അത്ര നല്ലതായിട്ടില്ല. ഇതിൻ്റെ അപ്പുറം കടന്നാലും നമ്മൾ ഡോൾഫിൻ ഹൗസിലെത്തും. ഈ കാണുന്നതാണ് ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റ്. Alu is on the edge of Dolphin Nose. Varaman Vani Varave. Photo to Santosh Tirchurigyan guys. We are having our lunch with the magnificent food paratim view. എന്ത് പറ്റി? അതെയോ? ബാപ്പുവ കാത്തിരുന്ന് പുഴ മെലിഞ്ഞ് കര പൊഴിഞ്ഞു. തമ്പിക്കയിലിറങ്ങ എന്തിനു സഞ്ചിയിൽ ബോധം കെടുത്തി അതിസാഹസമായി ഷാരുടെ ഡ്രൈവ്. ഫോക്കസ് വർക്ക് കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇവിടേക്ക് ഞാൻ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ആക്ച്വലി ഇന്ന് ഭയങ്കര തിരക്കാണ്, കാരണം പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും. അത് മാത്രമല്ല, ഇവന് തലയ്ക്ക് വീണു, നഷ്ടമായി. അത് ഞങ്ങൾ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. ഞങ്ങൾ നേരെ കണക്ക് പറയൂല. 465 കൊടുത്തത് പ്രോട്ടീനുള്ള മരുന്നായിരുന്നു. സഞ്ജയ് തല കറങ്ങിയപ്പോ എന്താ തോന്നി? എനിക്ക് തല കറങ്ങിയപ്പോ ഒന്നും തോന്നിയില്ല, ഒന്നും കാണാണ്ടായിരുന്നില്ല. ഒരാൾ മഞ്ഞക്കുപ്പി വന്നിട്ട് മിന്നലായിരുന്നു. അങ്ങനെ സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോക്കോസ് വാക്കിലേക്ക് അതുവരെ പോയിട്ടില്ല കൊടൈക്കനാൽ. This is Cocos Walk. Such a beautiful viewpoint. Hello, such a beautiful place, right? Relax. Bol. क्या बोल? Tidin Tana. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വന്നിരിക്കുകയാണ് ഷാരും ഞാൻ. അത് ഉപ്പൊക്കെ കോരുന്ന സാധനം. അത് ശാലോ അത് അതല്ലേ Cocos Walk is a good place to walk. There's lots of shops nearby. You can just buy the souvenirs of Kodaikanal. It's a fine, good, awesome place. And the right side you can see the beauty. ഒറ്റപ്പാല വണ്ടിയാണത്, അത് ഒറ്റപ്പാല വണ്ടിയാ. എടുത്തോ കണ്ടിട്ടുണ്ടല്ലേ അത് ഫോണടി. ഗുണ കേവ് കാവലാൻ 1.5 മണിക്കൂറായി ബ്ലോക്കിൽ നിൽക്കുന്നു. ഓൺ ദ വേ ടു ഗുണ കേവ്.
എന്ത് തിരക്കാന്നറിയോ ഗുണ കേവിൽ. ഇത് ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് എത്രയോ ആളുകൾ ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ഗുണ കേവിൽ മാത്രമാണ് കൊടൈക്കനാൽ വരുന്ന ആളുകൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത്ര തിരക്കാണ് കേട്ടോ. ഞങ്ങളൊരു വീക്കെൻഡാണ് വന്നത്, ഒരു സാറ്റർഡേ സൺഡേ സമയത്ത്. നിങ്ങൾ വീക്ക് ഡേയ്സിൽ വന്ന് എത്ര തിരക്കുണ്ടാവില്ലെന്ന് തോന്നുന്നു. എവിടെ അതോ പൈസതോ പുതിയ ടീമിന്റെ കൂടെ. എന്താ സുഭാഷ് അമ്മായിയുടെ മോനെ കരയുണ്ടല്ലോ. എല്ലാരും സുഭാഷ് നോക്കി നിൽക്കാണ് ഗൈസ്. മുനീറെ കണ്ടു ചിമ്മേ. ഞാൻ ശാലും കൂടി മാങ്ങ തിന്നുണ്ട് ഗൈസ്. മാങ്ങ തിന്നു. കൊടൈക്കനാൽ യാത്ര ഒരു നല്ലൊരു മെമ്മറി ആയിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു, തമാശകളൊക്കെ പറഞ്ഞ് 2 ദിവസം അടിച്ചു പൊളിച്ചൊരു യാത്ര തന്നെയായിരുന്നു അത്. ഞാൻ കുറേ സമയത്തിന് ശേഷമാണ് ഒരു പുതിയ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ പുതിയ യാത്രകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു യാത്രാവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B Media. Bye bye.